CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ അന്തം വിട്ട് നിലയില്ലാ കയത്തിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇതിനിടയിൽ ഇന്നലെ കോഴിക്കോട്ടൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം അവർ നടത്തിയിരുന്നു. ഇനി 29-ാം തീയതി പയ്യന്നൂരിൽ പിണറായിയുടെ വിശദീകരണ യോഗമുണ്ട്. പക്ഷേ ഇന്നലെ കോഴിക്കോട്ട് നടന്ന സമ്മേളനം വളരെ രസകരമായൊരു സംഭവമായിരുന്നു. ആളില്ലായിരുന്നു പരിപാടി, ആൾ തീരെ കുറവായിരുന്നു. വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോഴിക്കോട് ED റെയ്ഡ് നടത്തുന്നു. അന്ന് തന്നെ ഈ റെയ്ഡിന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗത്തിൻ്റെ വീടുകളിൽ അടക്കം റെയ്ഡ് നടത്തുന്നു. അന്ന് തന്നെ CPM ഒരു പ്രതിഷേധ യോഗം നടത്തിയിരുന്നു. അന്ന് പോലും അതിന് ആളില്ലായിരുന്നു. റാലി നടത്താൻ, അതെ, പ്രതിഷേധ റാലി നടത്തിയിരുന്നു. അന്ന് പോലും ഇതിന് ആളില്ലായിരുന്നു. അപ്പം ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജനങ്ങൾക്ക് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് മാത്രമല്ല, പാർട്ടിക്കാർക്കും താല്പര്യം ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്ന നിലപാടിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തുകയാണ്. പാർട്ടി എന്ത് വേണമെന്നുള്ളതാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അന്ന് തിരുവനന്തപുരത്ത് വീണയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അത് വലിയ വിഷയമൊക്കെ ഉണ്ടായപ്പോൾ അന്ന് പാർട്ടി പറഞ്ഞ എന്താണ്, ഇത് വീണയുടെ വിഷയമാണ്, വീണ പാർട്ടി അംഗം അല്ലല്ലോ, അതുകൊണ്ട് അത് അവർ നോക്കിക്കോളും എന്നുള്ളതായിരുന്നു. പാർട്ടിക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ്. പക്ഷേ പിന്നീട് നിലപാട് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇവിടെ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വസതിയിലേക്കായിരുന്നു റെയ്ഡ്. വലിയ സംഭവങ്ങളുണ്ടായി. വലിയ ED-യെ തടയുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ തന്നെ CPM അവിടെ പ്രശ്നം ഉണ്ടാക്കി. അത് കേസായതോട് തന്നെ CPM-ലെ തീവ്ര നിലപാടുകാരുണ്ടല്ലോ, ഈ സമരത്തിനിറങ്ങുന്ന ആളുകൾക്കെല്ലാം ഈ പ്രതിഷേധിക്കാൻ പോയി പണി കിട്ടുമോ എന്നൊരു സംശയം. ജയിലിൽ പോയി 70 ദിവസത്തോളം ജയിലിൽ കിടന്നു. പിന്നെ ഹൈക്കോടതി കനിഞ്ഞുകൊണ്ട് മാത്രമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇനിയൊരു സംഭവം ഉണ്ടായാൽ ഹൈക്കോടതി അങ്ങനെ ഒരു നിലപാട് എടുക്കൂല. കാര്യം ഈ ആവർത്തിക്കുന്ന അതെല്ലാം മനസ്സിലാക്കി അത്തരം തീവ്ര നിലപാടുകാരും ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് വരുന്നില്ല. ഒന്നാമത് അവർക്ക് ഒന്നിലധികം കേസുകളുണ്ട്. ഇപ്പം അർജുന ആയങ്കിക്ക് കാപ്പ വരുന്നു. അപ്പോൾ ഏതെങ്കിലും കേസുകൾ വന്നാൽ കാപ്പയിലൊക്കെ അകപ്പെടാനുള്ള സാധ്യത സ്ഥിരം കുറ്റവാളികൾക്കുണ്ട്. ഇപ്പം തന്നെ വാഴോട്ടോണം സുഗതന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതും കുറേ കേസുകൾ രാഷ്ട്രീയ കേസുകളാണ്. അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിനെ കാപ്പ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ കാപ്പയൊക്കെ ചുമത്താൻ സാധ്യതയുള്ള CPM-കാരായ ക്രിമിനലുകൾ അവർ മാറി നിൽക്കുകയാണ്. അവരൊന്നിനും വരാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോഴും CPM-ന്റെ സംഘടനാ ശേഷി വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രകടനങ്ങൾക്കും മറ്റേ പൊതുസമ്മേളനങ്ങൾക്കും എല്ലാം ആളെ എത്തിക്കാൻ അവർക്ക് കഴിയും. അവർക്ക് എപ്പോഴും കഴിയും. കാരണം താഴെ തൊട്ട് മുതൽ മുകളിലറ്റം വരെ അവർക്ക് എത്ര ആളെ എത്തിക്കണമെന്ന് എത്ര ആളെ എത്തിച്ചിരിക്കണം. പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ആണ്, പാർട്ടിയിൽ നമ്പർ 1. അദ്ദേഹം കോഴിക്കോട് സിറ്റിയുടെ നടുക്കാണ് പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം പൂർണ്ണമായി ഉപയോഗിച്ച് അവിടെ ആളെയൊക്കെ നിറയ്ക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതല്ലേ, കോഴിക്കോട്ട് മുതലക്കുളത്തായിരുന്നല്ലോ എന്നല്ലേ യോഗം നടന്നത്. അപ്പോൾ ഈ മുതലക്കുളത്തെ പ്രത്യേകത നമുക്കറിയാമല്ലോ, അവിടെ തുണി അലക്കുന്നവരായിട്ട് അലക്കുന്നതാണ്. അപ്പോൾ ഈ യോഗത്തിന് വെളുപ്പിക്കൽ യോഗം എന്നാണ് സ്വന്തം പാർട്ടി ചില രഹസ്യമായിട്ട് പറഞ്ഞതെന്നാണ്. കാരണം നടക്കുന്ന പല യോഗങ്ങളും അത്തരം സ്വഭാവം ആരെങ്കിലും വെളുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് CPM-ന്റെ സംഘടനാ സംവിധാനത്തിന് പോലും ഈ യോഗത്തിന് ആളെ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണണം. അതായത് മലബാറിലെ CPM ജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നു പോയിരിക്കുന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ ഉണ്ടായ തോൽവികൾ ഈ CPM-ന്റെ കോഴിക്കോട്ടെ പല ഉറച്ച മണ്ഡലങ്ങളിലും ഒരു തോറ്റുത്താണ്. അതെ, അല്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതെന്ന്. കോഴിക്കോടുകാർക്കുണ്ടായ തിരിച്ചടി വളരെ വലുതായിരുന്നു. നമ്മൾ TP രാമകൃഷ്ണൻ തോക്കുക എന്ന് പറഞ്ഞാൽ LDF കൺവീനറാണ്, മുൻ മന്ത്രിയാണ്, വളരെ സീനിയർ നേതാവാണ്. അത് മാത്രമല്ല, അത് അവരെ ഉറച്ച മണ്ഡലമാണ്. അതേപോലെ കൊയിലാണ്ടി പോലൊരു സ്ഥലത്ത് എലത്തൂരിൽ ശശീന്ദ്രൻ തോറ്റു എന്നൊക്കെ പറയുമ്പോൾ അത് CPM-ന് കോഴിക്കോടുണ്ടായ സംഘടനാ ദൗർബല്യം എത്രത്തോളം വലുതാണെന്നുള്ളതാണ്. മുഹമ്മദ് റിയാസ് നേതാക്കൾക്കിടയിലുണ്ടായ അപജയവും തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട. അതിലുപരി മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ നേതാവിനെ അവിടെ അമിതമായി ഉയർത്തി കാണിക്കുന്നതിൽ അണികൾക്കിടയിൽ വലിയ വിമർശനമുണ്ട്. അവിടെ പ്രദീപ് കുമാറിനെ പോലൊരു നേതാവ് ഉള്ളപ്പോൾ പ്രദീപ് കുമാറിനെ വെട്ടിക്കൊണ്ടാണ് ഈ റിയാസിനെ വളർത്തിയത്. ഒടുവിൽ എന്ത് പറ്റി? പ്രദീപ് കുമാറിന് പോലും റിയാസിന്റെ വളർച്ച കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പിണറായി വിജയന്റെ ഓഫീസിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യവും പിണറായി വിജയന് വേണ്ടി വർക്ക് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നു. അത് അദ്ദേഹം അവസാന ഘട്ടത്തിൽ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഓഫീസ് വലിയ വിവാദങ്ങളിൽ പെടാത്തത്. സംഘടനാ തലത്തിൽ പ്രദീപ് കുമാറിന്റെ മുകളിലേക്ക് റിയാസിനെ വളർത്തി. പ്രദീപ് കുമാറിന്റെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് ജില്ലയിലുള്ള കണ്ണൂർ ജില്ലയിലുള്ള ഷംസീറിന്റെ എല്ലാവരും മലബാർ മേഖലയിലെ കോഴിക്കോട് ജില്ലയിൽ സംഘടനാപരമായി അടിത്തറയുള്ള വേറൊരു നേതാവ് മോഹനൻ മാഷാണ്. എന്ന് പറഞ്ഞാൽ ഈ റിയാസ് മോഹനൻ മാഷും തമ്മിലുള്ള ഒരു വലിയ അകൽച്ച എപ്പോഴും ചർച്ചയായിട്ടുണ്ട്. പ്രദീപ് കുമാറും മോഹനൻ മാഷും അടക്കമുള്ളവർക്ക് റിയാസിനോട് താല്പര്യം. അങ്ങനെ ഈ സംഘടനാ സംവിധാനം CPM-ന് കൈമോശം വരുന്നു. അതായത് സംഘടനയെ നിയന്ത്രിക്കാൻ പറ്റുന്നവരുടെ കയ്യിലല്ല ഇപ്പൊ സംഘടന. ഇപ്പൊ കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി വന്നതുപോലും റിയാസിന്റെ മാത്രം പിന്തുണയിലാണ് എന്നൊരു
മെഹബൂബ് വന്നത് ഉണ്ടായിരുന്നു. അതേപോലെ റിയാസ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയായി കണ്ട് നിർത്തിയ ആൾ തോറ്റുപോയി. അതൊക്കെ കോഴിക്കോട് സംബന്ധിച്ച് CPM-ന് സത്യം പറഞ്ഞാൽ അപ്പം പോലും CPM-ന് ആ മേയർ സ്ഥാനാർത്ഥി തോറ്റപ്പോൾ പോലും CPM-ന് കോഴിക്കോട് ഉണ്ടാകുമ്പോൾ പോകുന്ന അടി അല്ലെങ്കിൽ തിരിച്ചടി മനസ്സിലാകാൻ മാത്രമല്ല ഇന്നലെ വേറെ വിചിത്രമായ കാര്യം ഗോവിന്ദമാഷ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് റിയാസ് പോവുകയും ചെയ്തു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആളെ കൊണ്ടുവന്നതൊക്കെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമൊക്കെ ഗോവിന്ദ മാഷിനാണെന്ന് പറഞ്ഞാൽ എനിക്കിതിലൊന്നും പങ്കില്ല, ഈ പരാജയത്തിൽ എനിക്ക് പങ്കില്ല എന്ന് വരുത്താൻ വേണ്ടി റിയാസ് ഇറങ്ങിപ്പോയതാണ്. പക്ഷെ അങ്ങനെയല്ല, റിയാസാണ് കുറച്ചു കാലമായിട്ട് കോഴിക്കോട് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. വിശാല സംസ്ഥാന സമിതിയും കോഴിക്കോട്ടിലെ അത് റിയാസിനെ രാജാവാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഘട്ടത്തില് ഇവിടെ ആള് വരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് റിയാസിന്റെ ചുമതലയാണ്. അതിൽ റിയാസ് പൂർണ്ണമായും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറിയാണ്. കോഴിക്കോട് ആളെ എത്തിക്കേണ്ട ചുമതല അദ്ദേഹത്തിനില്ല. അവിടുത്തെ സംഘടനാ സംവിധാനമാണ് അവിടെ ഉണ്ടാകേണ്ടതെന്ന് ഉറപ്പിക്കേണ്ടത്. അതിൽ റിയാസിന്റെ അതിവിശ്വസനാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി. ഈ സാഹചര്യത്തില് വലിയ വീഴ്ചയാണ് റിയാസിന്റെ ഭാഗത്തുണ്ടായത്. റിയാസ് നോക്കിയപ്പോൾ ആളില്ലാതെ ഇവിടെ എന്നാൽ ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിന് ആളില്ല എന്ന്, അപ്പൊ എനിക്ക് ഗോവിന്ദന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ആ ആൾ അവിടെ വരാത്തതിന്റെ ഉത്തരവാദിത്വം ഗോവിന്ദന്റെ പ്രസംഗത്തിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അത് വീണയുടെ കാര്യം വേറെ, അത് വാങ്ങിക്കോളും. പക്ഷേ പിണറായിയുടെയും റിയാസിന്റെയും നമ്മുടെ നിഖിലിന്റെയൊക്കെ നേരെ വന്നാൽ ഞങ്ങൾ നേരിടും എന്നുള്ള രീതിയിലാണ് പ്രസംഗം നടത്തിയത്. ഇതൊക്കെ ആള് പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇനി വലിയ പ്രശ്നമായി മാറും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ED ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പം അവർക്ക് നേരെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ ഇതൊരു ഗൂഢാലോചന ഭാഗമാണെന്ന് EDക്ക് വളരെ വ്യക്തമായി സമർത്ഥിക്കാൻ പ്രസംഗം വെച്ച്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ നേരിട്ടതാണോ തിരുവനന്തപുരത്തെ സംഭവം എന്ന് ഇനി സംശയിച്ചാലും തിരുവനന്തപുരത്തെ കേസിലും വേണമെങ്കിൽ ഇതൊരു കാരണമാക്കാം. കോഴിക്കോട് നടത്തിയ പ്രസംഗം അപ്പോൾ ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിലയില്ലാ കയത്തിൽ പെട്ടിട്ട് വീണ്ടും തുഴയെന്ന് പറഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പയ്യന്നൂർ പിണറായി വിജയൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പയ്യന്നൂർ അത് ശരിയാണ് 29-ാം തീയതി. അതെ, എന്തായാലും കോഴിക്കോട്ടെ ഇത് മനസ്സിലാക്കി പയ്യന്നൂരിൽ പരമാവധി കൂലിക്കെങ്കിലും ആളിനെ എത്തിക്കും. അല്ലെങ്കിൽ പിണറായി വിജയൻ കലിതുള്ളൂ എന്നുള്ള സ്റ്റേജ് നിന്നുകൊണ്ട് ചീത്ത വിളിക്കും ജില്ലാ നേതൃത്വത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നെങ്കിലും ആളിനെ കണി വെച്ച് പിടിച്ചെങ്കിലും കൊണ്ടുവന്ന് അവിടെ ഇരുത്തും. അതെ, പക്ഷേ ഇത് കോഴിക്കോട്ട് ഇന്നലെ നടന്ന സമ്മേളനവും മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ ED-യെ ബന്ധപ്പെട്ട് നടന്ന വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ഇവരെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇവർ പറയുന്നത് ED പ്രസ് റിലീസ് ഇറക്കി എന്നുള്ളതാണ് ഇവർ നിരന്തരം പറഞ്ഞത്. ED പ്രസ് റിലീസ് ഇറക്കാറുണ്ട്, നമ്മുടെ സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം. ഇപ്പൊ പോലീസ് നമ്മളെ കരുവാറ്റയിൽ നടന്ന കൊലപാതകത്തിന് ശേഷം അവിടുത്തെ പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി പത്രസമ്മേളനം നടത്തി മുഴുവൻ അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തി. അല്ല, അതാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ പോലീസ് എന്ന് പറഞ്ഞില്ല. മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇവരിൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ EDക്ക് കൂടുതൽ ഉത്തരവാദിത്തമാണ് അത് പറയാൻ. പക്ഷെ എനിക്ക് കോഴിക്കോട് ആളില്ല എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അത് CPM സംസ്ഥാന നേതൃത്വം നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ജനങ്ങളും അണികളും തമ്മിൽ പാർട്ടിയും അണികളും തമ്മിൽ അകലുകയാണ്. ഈ അകൽച്ച കാരണമാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും G സുധാകരൻ എല്ലായിടത്തും തോൽക്കാനുള്ള കാരണം. അല്ല, ഇത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പ്രവർത്തനത്തിൽ നിന്ന് അകന്നു പോവുക, ഈ വൻകിട മുതലാളികളായിട്ട് മാത്രം അവരെ വീട്ടിൽ കല്യാണത്തിന് പോവുക, അവരെ വീട്ടിൽ ചടങ്ങിൽ പങ്കെടുക്കുക, അവരെ വീട്ടിൽ പാലുകാച്ച നടത്താൻ പോവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ നേതാക്കന്മാർക്ക് ഇപ്പോൾ ശ്രദ്ധയുള്ളൂ എന്നുള്ള പരാതി വ്യാപകമാണ്. ഇന്നലെ തന്നെ പിണറായി വിജയൻ ഈ കേരളത്തിലെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ എല്ലാവരും പിണറായി വിജയനെ വിമർശിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ അറിഞ്ഞൂടെ, ഇപ്പോൾ ഇവിടെ വിലക്കുറവുണ്ട്, സപ്ലൈകോ നന്നായി ഇടപെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയനെ മൊത്തം പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന കമന്റുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന കമന്റുകളാണ് വന്നത്. പക്ഷെ അതിൽ ഒരു സഖാവ് പോലും പിണറായി വിജയനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് വരുന്നില്ല. മാത്രമല്ല, ഇപ്പോഴും ഗോവിന്ദ മാഷ് മാത്രമേ പറയുന്നുള്ളൂ പിണറായിക്കും മോക്കുമെല്ലാം വേണ്ടി, റിയാസിനും വേണ്ടി. അത് വേറെ സ്ഥിരം കക്ഷികളുണ്ട്, പിണറായി സത്തിന് തിരിച്ചടി ഉണ്ടായാൽ അടുത്ത് സ്ഥാനനഷ്ടം ഉണ്ടാകാൻ പോകുന്ന ആള് MV ഗോവിന്ദനാണ്. കാര്യം MV ഗോവിന്ദന് പിണറായിയുടെ മാത്രം പിന്തുണ ഇപ്പം പാർട്ടിയിലുള്ളൂ. കണ്ണൂർ ലോബി പോലും പിന്തുണയ്ക്കുന്നില്ല. P ജയരാജൻ അല്ലെങ്കിൽ എല്ലാ ജയരാജന്മാര്, അങ്ങനെ എല്ലാവരും, PK ശ്രീമതി, കണ്ണൂരിലുള്ള എല്ലാവരും ഈ ഗോവിന്ദൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് വീണ്ടും എങ്ങനെയെങ്കിലും പിണറായിയെ പറഞ്ഞ് ഇവിടെ പിടിച്ചിരിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, CPM വല്ലാതെ ആടി ഉലയുക തന്നെയാണ്. അവർ അണികൾ നഷ്ടപ്പെട്ടു. കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങൾക്ക് എത്രയോ മഹാന്മാരായ വലിയ കേളുവട്ടനൊക്കെ പോലെ വലിയ മിടുക്കന്മാരായ ആൾ ജില്ലാ സെക്രട്ടറിക്ക് ആയിരുന്ന ഒരു ജില്ലയിൽ, CPM-ന് അതിശക്തമായ അടിത്തറയുള്ള ഒരു ജില്ലയിൽ ഇന്നലെ നടന്ന സമ്മേളനവും ഗോവിന്ദ മാഷിൻ്റെ പ്രസംഗമൊക്കെ ആൾക്ക് വേണ്ട എന്നുള്ള, പാർട്ടി അണികൾക്ക് പോലും വേണ്ടാത്തൊരവസ്ഥയിലായി എന്നുള്ളത്
CPM-നെ അവരുടെ നിലപാടുകളെക്കുറിച്ച് ഒന്നുകൂടെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട സമയമായി എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ്.